ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഹൗ ടു റീപോർട്ട് യുവർ പ്ലാന്റ് ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ വീട്ടിൽ നമുക്ക് ചെടികൾ റീപോർട്ട് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റീപോർട്ടിങ് കാണിക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ നഴ്സറിയിൽ പോയി നമ്മൾ ഒരുപാട് ചെടികളൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ അതിനെ റീപോർട്ട് ചെയ്യാതിരിക്കുക. കാരണം അത് നഴ്സറിയുടെ ഒരു എൻവയോൺമെൻറ്റിലാണ് ഇത്രയും നാളും വളർന്നത്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻഡോറിൽ വെക്കുമ്പം അല്ല ഔട്ട്ഡോറിൽ വെക്കുമ്പം നമ്മുടെ വീട്ടിലെ എൻവയോൺമെൻറ്റുമായിട്ട് അതിനൊന്ന് ഇണങ്ങാൻ കുറച്ച് സമയം കൊടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ അതിനെ റീപോർട്ട് ചെയ്ത് അതൊരു സ്ട്രെസ്സ് അതിലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി ചിലപ്പം ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും റീപോർട്ട് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് തന്നെ ആ ചെടികളെപ്പറ്റി പഠിക്കുക. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് പുതിയ ചെടികളൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഫോട്ടോ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട്, മിന്നു ഇത് ഏത് ചെടിയാണെന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഇതിന് ഗൂഗിൾ ലെൻസ് എന്നാണ്. നമ്മുടെ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം കിട്ടും. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് ചെടി വേണമെങ്കിലും നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ചെയ്ത് ഇതിൽ ഫോട്ടോ എടുത്താൽ നമുക്ക് ഏത് ചെടിയാണെന്നുള്ളത് പേര് സഹിതം അവർ നമുക്ക് പറഞ്ഞു തരും. ഡ്രസീന എന്നാണ് ഈ ചെടി അവർ പറഞ്ഞു തന്നത്. സെയിം ആ ചെടിയുടെ പേരും ഡ്രസീന എന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നേരെ ഗൂഗിളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ വിക്കിപീഡിയ ഓപ്പൺ ചെയ്ത് ആ ചെടികളെപ്പറ്റി പഠിക്കാം. ഏത് രീതിയിലുള്ള ചെടിയാണ്, അതിന് എത്ര വെള്ളമാണ് ആവശ്യം, അതിന് സൺലൈറ്റ് എത്ര വേണം, അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെ ആയിരിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ചെടിയെപ്പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങളൊരു 2 വീക്ക് 3 വീക്ക് ഒരു ചെടിക്ക് നിങ്ങൾ സമയം കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ആപ്പ് വെച്ചിട്ട് ഞാൻ ഈ ഡെവിൾസ് ഐവി അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഐവി അതിൻ്റെ ഒന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മതി. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അവർ ഹെഡ്രിയ, കോമൺ ഐവി സെയിം എനിക്കിതുവരെ ഒരു തെറ്റും ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെടികളൊന്നും ഒരുപാട് പേരൊന്നും അറിയാത്തവർക്കായിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ചെടികളെ പറ്റി ആദ്യം പഠിക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയാവും. ചെടികളെപ്പറ്റി പഠിക്കുക എന്ന് പറയുമ്പോൾ ചെടികളെ നിരീക്ഷിക്കുക എന്നും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ ചെടികളിലെ ഇലകൾക്ക് എന്തെങ്കിലും ഇതുപോലെ യെല്ലോ ലീവ്സ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ചെടികൾക്ക് സൺബേൺ ആവുന്നുണ്ടോ, ഇതുപോലെ കരിഞ്ഞ് സൺബേൺ ആവുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ പൊസിഷൻ മാറ്റി വെക്കുക. നിങ്ങൾ കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നിടത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ വെള്ളം കൂടുതലിട്ടാണോ. ഇതൊക്കെ പീസ് ലില്ലിയാണ്. പീസ് ലില്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവായിട്ടൊരു പ്ലാന്റാണ്. അതിന് ചിലപ്പം വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും അത് വാടിത്തൂങ്ങി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സൺലൈറ്റ് കൂടിപ്പോയാൽ അതായത് എൻ്റെ പീസ് ലില്ലിയാണ്. അതിന് കണ്ടോ, ഞാൻ വിൻഡോയുടെ സൈഡിൽ വെച്ചിരിക്കുകയായിരുന്നു. 2 ദിവസം വെച്ചതേ ഉള്ളൂ, അപ്പോഴേ സൺബേൺ അടിച്ചു. ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. മാറ്റി വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഫ്ലവറും ഒക്കെ വന്നു നന്നായിട്ട് അത് തിരിച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പീസ് ലില്ലി പോലൊക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ഭയങ്കര നമ്മുടെ വീടുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറേ നാളെടുക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ പൊസിഷൻ മാറ്റി വെച്ച് നോക്കുക, വെള്ളം കുറച്ചൊഴിച്ച് നോക്കുക, കൂടുതൽ ഒഴിച്ച് നോക്കുക. അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചെടികളെക്കുറിച്ച് പഠിക്കുക. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ചെടി റീപോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ റൂട്ട് ഒരുപാട് വളർന്ന്, റൂട്ട് ബൗണ്ട് എന്നാണ് ഇതിന് പറയുന്നത്, ഒരുപാട് വളർന്ന് ചട്ടിയുടെ ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ പുറത്തോട്ട് ചാടി ആ ഒരു ചെറിയ ചട്ടിയിൽ അതിന് കൊള്ളാൻ പറ്റാത്ത പോലെ റൂട്ട് വളരുവാണെങ്കിൽ ആ ചെടി നിങ്ങൾ എന്താണേലും റീപോർട്ട് ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ചട്ടിയുടെ ഡ്രെയിനേജ് ഹോളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചെടി നന്നായിട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, മണ്ണിൽ നന്നായിട്ട് ഡ്രെയിനേജ് ആവുന്നില്ല, അല്ലെങ്കിൽ മണ്ണിൽ നന്നായിട്ട് വെള്ളം തങ്ങി നിൽക്കുകയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിലാണ് നിങ്ങൾക്ക് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ചെടി നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ റീപോർട്ട് ചെയ്യേണ്ട, അവോയ്ഡ് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ റീപോർട്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പോട്ട്സ് നോക്കാം. പോട്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് പോട്ട്സ് ഉണ്ട്, സെറാമിക് ഉണ്ട്, ടെറാക്കോട്ടയുണ്ട്, മൺചട്ടി, അങ്ങനെ ഒരുപാട് മെറ്റീരിയലിലുള്ള പോട്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക്കിനൊക്കെ തീരെ വിലക്കുറവാണ്. എന്നാൽ സെറാമിക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വില കൂടും. പിന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളത് നമ്മുടെ മൺചട്ടി തന്നെയാണ്. അപ്പം ഇതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കോസ്റ്റ്ലി വേണോ ചീപ്പായിട്ടുള്ളത് വേണോ. കാരണം നമ്മൾ ഓൾറെഡി പ്ലാന്റ്സ് നല്ല വില കൊടുത്താണ് മേടിക്കുന്നത്. പിന്നെ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റർ മേടിക്കുന്നതിനോട്
എനിക്ക് യോജിപ്പില്ല. പിന്നെ നിങ്ങൾക്ക് DIY, ഞാൻ DIY പ്ലാന്റർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് DIY ഒക്കെ ചെയ്യാം. ഈ 2 സെറാമിക് പോട്ടുണ്ട്. ഇതെനിക്കൊരു ലക്കിന് കിട്ടിയതാണ്. ഇവിടെ ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ, ഡേ ടു ഡേ എന്ന് പറയുന്ന ഷോപ്പ് അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇവിടുത്തെ 1 ദിറംസിനും 10 ദിറംസിനും ഉള്ള ഐറ്റംസ് മാത്രം കിട്ടുന്ന ഡേ ടു ഡേ അല്ലെങ്കിൽ ഗിഫ്റ്റ് സെൻറ്റർ പോലത്തെ ഷോപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ ചുമ്മാ ജസ്റ്റ് ഒരു ദിവസം പോയപ്പം കിട്ടിയ ഒരു സെറാമിക്കിൻ്റെ പോട്ടാണ് ഈ 2 എണ്ണത്തിൻ്റെ സെറ്റ്. സാധാരണ ഇങ്ങനത്തെ കടയിൽ ഞാൻ സെറാമിക് പോട്ട്സ് ഒന്നും കണ്ടിട്ടില്ല. കാരണം ഇത് രണ്ടും വലിയ സൈസിനും 10 ദിറംസാണ്, ചെറിയതിനും 10 ദിറംസാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ബ്ലൂ കളറ് സെറാമിക് പോട്ട് തന്നെയാണ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. ആ ചെടി ഇത്രയും വളർന്നു കേട്ടോ. അപ്പോൾ ആ ചെടി ഞാൻ നഴ്സറിയിൽ നിന്ന് 15 ദിറംസിനാണ് ഈ ബ്ലൂ കളറ് സെറാമിക് പോട്ട് ഞാൻ മേടിച്ചത്. അതാണ് ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്തതാണ്. കാരണം ഇതെന്ന് പറയുന്നത് ഈ 3 ചട്ടികളിലും ഏറ്റവും ചെറിയ ചട്ടി ആ ബ്ലൂ ചട്ടിയാണ്. അതിന് ഞാൻ 15 ദിറംസിനാണ് മേടിച്ചത്. മറ്റേത് യെല്ലോ കളറ് 2 ചട്ടി ഞാൻ 10 ദിറംസിനാണ് മേടിച്ചത്. അപ്പം നമുക്ക് ലക്കുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നല്ല ചട്ടികൾ നല്ല വിലക്കുറവിൽ ഇങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ എല്ലായ്പ്പോഴും ഒന്നും ഇങ്ങനെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ നല്ലത് കിട്ടുന്ന സമയത്ത് മേടിച്ച് വെക്കും, അത് മിസ് ചെയ്യാറില്ല. ഇത് ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ്. ഇതിന് 8 ദിറംസാണ്. അപ്പോൾ ചട്ടി ഏത് വേണമെന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടമാണ്. ഏത് ചട്ടിയാണെങ്കിലും ഡ്രെയിനേജ് നന്നായിട്ട് ഉള്ള ചട്ടിയാണെങ്കിൽ ചെടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളർന്നോളും. അത് ടെൻഷൻ വേണ്ട. ഇതെൻ്റെ മോൻ കുത്തി വരച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ പോട്ടിംഗ് മിക്സ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാൻ സ്റ്റോർ ബോട്ട് പോട്ടിംഗ് സോയിൽ മേടിക്കാറാണ് പതിവ്. ഇത് 2 കിലോയുടെ പോട്ടിംഗ് സോയിലാണ്. ഫോർ ഇൻഡോർ ആൻഡ് AC റൂംസ് എന്നുള്ള ഇത് തന്നെ നോക്കിയാണ് ഞാൻ മേടിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഇവിടെ ഫ്ലാറ്റിൽ വീടിനുള്ളിൽ വെക്കാനായിരിക്കുമല്ലോ ചെടികൾ. അപ്പം അതിന് പറ്റിയ ചെടി നോക്കി ഈ ഒരു ബ്രാൻഡാണ് ഞാൻ മിക്കപ്പോഴും മേടിക്കുന്നത്. ഇത് ഞാൻ ലുലു എന്നാണ് തോന്നുന്നു മേടിച്ചേക്കുന്നത്. ലുലുവിൽ കിട്ടും, നഴ്സറിയിൽ കിട്ടും, എല്ലാം കിട്ടും. ഇതിന് 10 ദിറംസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു പാക്കറ്റിന്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പോട്ടിംഗ് സോയിൽ മേടിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ മിക്സ് ചെയ്യാനാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ മണ്ണും പിന്നെ കൊക്കോപിറ്റ് ഉണ്ടല്ലോ, കൊക്കോപീറ്റും തമ്മിൽ അത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അതിൽ കുറച്ച് കമ്പോസ്റ്റോടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് പോട്ടിംഗ് സോയിൽ റെഡിയായി. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സോയിൽ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. പിന്നെ കമ്പോസ്റ്റ് നിങ്ങൾക്കിനി ഇല്ല, നിങ്ങളുടെ കമ്പോസ്റ്റ് ഇല്ല, നിങ്ങൾ കമ്പോസ്റ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വെറും കൊക്കോപിറ്റും സാധാ മണ്ണും മാത്രം മതിയാവും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്താൽ മതി. ഇടയ്ക്ക് വൺസ് ഇൻ എ വൈൽ നിങ്ങൾ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതാണ് പോട്ടിംഗ് സോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചട്ടി റീപോട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഞാൻ പ്ലാന്റ് ഹോളിൽ നമ്മുടെ ചീപ്പസ്റ്റ് പ്ലാന്റ് നഴ്സറി വീഡിയോയിൽ ആ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. അത് നിങ്ങൾക്ക് കാണാം. റൂട്ടെല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട്, റൂട്ട് ബൗണ്ടൊക്കെ ആയിരിക്കുവാണ്. നമുക്ക് ചട്ടി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി ഐക്യെന്ന് മേടിച്ചാണ്. അപ്പോൾ അത് ഞാൻ താഴെ ഡ്രെയിനേജൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലോട്ടാണ് ഞാൻ ആ ജെയ്ഡ് പ്ലാന്റ് മാറ്റുന്നത്. അപ്പോൾ 3 ജെയ്ഡ് പ്ലാന്റ് ആണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. അപ്പോൾ ഒരു ജെയ്ഡ് പ്ലാന്റിന് 1 ദിറംസിനാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഈ സോയിൽ ഞാനൊരു ട്രേയിലോട്ട് ഒന്ന് നിരത്തി ഇടുവാണ്. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് എന്തെങ്കിലും കട്ടയ്ക്കായിട്ട് സോയിൽ കിടപ്പുണ്ടെങ്കിൽ ആ കട്ടയെല്ലാം മാറ്റി ഞാനത് നല്ല സ്മൂത്താക്കും. കാരണം കട്ടയായിട്ടിരുന്നാൽ അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലോട്ട് മാറ്റുവാണെങ്കിൽ അവിടെ ഡ്രെയിനേജിന് പ്രശ്നം വരും. വെള്ളം ശരിക്കും ഡ്രെയിൻ ആവാതെ ഇരിക്കും. കാരണം കട്ടയ്ക്കായിട്ട് സോയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത്. എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കട്ടയെല്ലാം മാറ്റിയിട്ട് വേണം സോയിൽ ചട്ടിയിലോട്ട് മാറ്റാൻ. അപ്പോൾ ഈ 3 ജെയ്ഡ് പ്ലാന്റും ഞാൻ ഈ ഒരൊറ്റ ചട്ടിയിലോട്ട് തന്നെയാണ് മാറ്റുന്നത്. കാരണം അതൊരു നല്ല ഫുള്ളായിട്ട് ആ ചട്ടി നിറഞ്ഞു നിൽക്കുന്ന കാണാനാണല്ലോ എപ്പോഴും നമുക്കൊരു രസം, കാഴ്ചയ്ക്ക് അതാണ് എപ്പോഴും ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റ ചട്ടിയിലോട്ടാണ് ഈ 3 ജെയ്ഡ് പ്ലാന്റ് മാറ്റുന്നത്. പക്ഷേ 3 ജെയ്ഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാലും ഒരു ചട്ടിയിൽ 3-4 തണ്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് മണ്ണ് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമക്കിയതിന് ശേഷം ആ ചട്ടിയിൽ നിന്ന് ഇത് ഈസി ആയിട്ട് പോരുന്നുണ്ടോ എന്ന് നോക്കുക ഈ ഒരു ചെടി. അപ്പോൾ ഇത് ഫസ്റ്റ് എനിക്ക് ഈസി ആയിട്ട് തന്നെ അത് ഊരിയെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഊരിയെടുത്ത് അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ചിലത് നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ വരണമെന്നില്ല. ഇതിപ്പോൾ ഒരു തണ്ടിൻ്റെ ചെറിയ ചെടിയല്ലേ, വലിയ ചട്ടി വലിയ ഇതൊക്കെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ചിലപ്പോൾ ചട്ടി കട്ട് ചെയ്തൊക്കെ മാറ്റി എടുക്കേണ്ടി വരും. അത് ഞാൻ കാണിക്കുന്നുണ്ട്. വേറൊരു ചെടിയും കൂടെ ഞാൻ റീപോർട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇത് എനിക്ക് ഈസി ആയിട്ട് തന്നെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് 3ഉം ഒറ്റ ചട്ടിലോട്ടാണ്. അപ്പം അടുത്തത് ഞാൻ വെക്കുവാണ്. അടുത്തതും ഇതുപോലെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അത് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ അത് ഒന്ന് വിടുവിച്ചേച്ചാണ് അതിൽ നിന്ന് എടുക്കുന്നത്.
ചെടിയെ. അപ്പോൾ നമ്മൾ ചട്ടി ഫുള്ള് നിറച്ച് അതിൻ്റെ തണ്ടുകളെല്ലാം തന്നെ ഒരു ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുവച്ച് അത് നന്നായിട്ട് വെള്ളം ഒഴിക്കുകയാണ്. താഴെക്കൂടെ വെള്ളം ഡ്രെയിനായിട്ട് പോകുന്ന വരെ നന്നായിട്ട് ഫുൾ കംപ്ലീറ്റ്ലി അത് നല്ല സോക്കാവുന്ന വരെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം ബാത്റൂമിൽ കൊണ്ടുവച്ച് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മെസ്സാവും. ഇപ്പം ഞാൻ റീപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ബാൽക്കണിയിൽ ഇരുന്നാണ് ചെയ്യുന്നത്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഹോളിൽ വന്നിട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് നല്ല മെസ്സാകുന്ന കാര്യമാണ്. മണ്ണൊക്കെ എല്ലായിടത്തും ആയി ആപ്പാടി ഇതൊക്കെ ആവും. അപ്പം ബാൽക്കണിയിലൊക്കെ കൊണ്ടുപോയി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. താഴെ കൂടെ നന്നായിട്ട് ഡ്രെയിനായിട്ട് വരുന്നവരെ. ഇനിയും പിന്നെ സ്പ്രേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മേളിലത്തെ ഭാഗത്ത് ലീവ്സൊക്കെ നന്നായിട്ടൊന്ന് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും, പിന്നെ അതിന് നല്ല വെള്ളം, ചെടികൾക്ക് പൊതുവേ വെള്ളം തളിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മണ്ണിന് വെള്ളം ഒഴിക്കാതെ ചെടികൾക്ക് ഇലകളിൽ വെള്ളം ഇതുപോലെ തളിക്കുന്നത് എല്ലാ ചെടികൾക്കും നല്ലതാണ്. മിക്ക ചെടികളും ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റീപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞു. വെള്ളമെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയി പോയതിന് ശേഷം ഞാനത് ബാത്റൂമിൽ നിന്ന് എടുത്ത് നമുക്ക് പിന്നെ എവിടെയാണോ വെക്കേണ്ടത് വെക്കാം. അങ്ങനെ നമ്മുടെ റീപ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചട്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് റീപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് 1-2 കമൻറ്റ്സ് കിട്ടിയായിരുന്നു ഏത് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഈ ഗ്രോ ഫാസ്റ്റ് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ്സിനെല്ലാം യൂസ് ചെയ്യാം. ഇത് ഞാനിവിടെ ലുലുന്ന് മേടിച്ചതാണ്. ഇതിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്ക് ലീവ്സിലും മണ്ണിലും രണ്ടും വ്യത്യസ്ത രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ എമൗണ്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ച് മതി. ഞാനൊരു വളരെ കുറഞ്ഞ അളവിലേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ അറീക്കാപ്പാമിൽ മാത്രമേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 10 grams ആയിട്ടുള്ളൂ കേട്ടോ. വലിയൊരു ബോട്ടിലാണ്. കുറേ നാളപ്പോൾ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ലുലുവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇനി ഞാൻ വേറൊരു ചെടിയും കൂടെ റീപ്പോർട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഡ്രസ്സീനയാണ്. അപ്പോൾ ഈ ചെടി എന്തിനാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് റൂട്ട് ബൗണ്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചില്ലേ ഒരു യെല്ലോ കളർ ഒരു പോട്ട് എൻ്റെ ഇരിപ്പുണ്ട്, സെറാമിക് പോട്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ആ പോട്ടിലോട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ഹസ്ബൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചട്ടി മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഹെവിയാണ്. കാരണം നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചെടി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ചട്ടി കട്ട് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. കാരണം മറ്റേതുപോലെ വേഗം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ചട്ടി കട്ട് ചെയ്ത് തന്നെ മാറ്റി എടുക്കേണ്ടതായിട്ട് വരും. ബാക്കി റീപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ജെയ് പ്ലാന്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ വേറെ പോട്ടിംഗ് സോയിലൊന്നും യൂസ് ചെയ്യേണ്ട വന്നില്ല. ഈ പോട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സോയിൽ തന്നെ അത്യാവശ്യത്തിന് അത് തന്നെ മതിയായി വന്നുള്ളൂ. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള സോയിലൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ഇച്ചിരി വലിയ ചെടിയായിരുന്നത് കൊണ്ട് ഇത് കട്ട് ചെയ്തൊക്കെയാണ് എടുത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. പുതിയ വീഡിയോസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.